മാഷിന്റെ കുഞ്ഞിപ്പെണ്ണ്. രചന റഫ്ന. അവതരണം സൽസാമുസ്തു. റൂമിലെത്തി ജുബിയെ കണ്ട റാഷി ചിരിയോട് അവളെ നോക്കി അടുത്തേക്ക് ചെന്നതും ജുബി തിരിച്ചൊരു ചിരി കൊടുത്ത് ബെഡിലേക്ക് ചെന്നിരുന്നു. ഫുഡ് ഇവിടെ എത്തിയിരുന്നല്ലോ പൊളി. ഉച്ചക്കൊന്നും കഴിക്കാൻ പറ്റിയില്ല. പറഞ്ഞിട്ട് എടുത്ത ലൊങ്ക പിടിച്ച് താഴ്ത്തുന്ന ജുബിയെ റാഷി കണ്ണും മിഴിച്ച് നോക്കി പെട്ടെന്ന് തിരിഞ്ഞു നിൽക്കെ ജുബി റാഷി എന്തെന്ന പോലെ നോക്കി. എന്തുപറ്റി? തിരിഞ്ഞു നിൽക്കുന്ന റാഷിയുടെ ജുബി ചോദിക്കുമ്പോൾ റാഷിയുടെ കയ്യിലെ ടവല് വെച്ച് മുഖം അമർത്തി തുറച്ച് ഷർട്ടിൻ്റെ അകത്തേക്ക് ഊതി നിൽക്കെ വയറ് നിറഞ്ഞതുകൊണ്ട് ശ്വാസം വയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടും പിടിച്ചതാഴ്ത്തിയ ജുബി സ്വയം ഒന്ന് നോക്കി. അയ്യേ, ഇതിനാണോ? തിരിഞ്ഞ് റാഷിക്ക് വയറ് ചൂണ്ടി കാണിച്ചെടുത്ത് ജുബി ചോദിക്കെ റാഷിയൊക്കെ വിയർത്ത് പോയി. ഞാനോ? അവരൊക്കെ ഉറങ്ങിയെന്ന് നോക്കട്ടെ. പകലെ അതിനു മുന്നേ ഇതൊക്കെ ഒന്ന് അയച്ചു തന്നെ. പോകാൻ സമ്മതിക്കാതെ എണീറ്റ് മുന്നിലേക്ക് വന്നുകൊണ്ട് ജുബി റാഷിക്ക് മുന്നിലെ തിരിഞ്ഞു നിന്ന് കഴുത്തിലെ മാലകളിലേക്ക് ചൂണ്ടി പറയേ റാഷി തലയൊന്ന് കുടഞ്ഞുപോയി. അരുൺ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മനുഷ്യനെ പെണ്ണിനെ നോക്കാൻ പോലും തോന്നുന്നില്ല. പടച്ചോനെ, ഇതെങ്ങാനും ഇവൾ അറിഞ്ഞ കളിയാക്കി കൊന്നു തന്നെ. ബി സ്ട്രോങ് റാഷി, പഴയതുപോലെയല്ല, ഇവളിപ്പോൾ നിന്റെ സ്വന്തമാണ്. റാഷി സ്വയം പറഞ്ഞിട്ട് കൈ ഉയർത്തി ജുബിയുടെ കഴുത്തിൽ കെട്ടിവെച്ച ഓരോന്നിൻ്റെ അറ്റം പിടിച്ച് അയച്ചു കൊടുക്കേ റാഷിയുടെ കണ്ണുകൾ ജുബിയുടെ പുറം കഴുത്തിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വെളുത്തു തൊടുത്ത കഴുത്തിൽ ഒരുപാട് നേരം മുറുകിക്കിടന്ന മാലയുടെ പാടുവന്ന് നിൽക്കുന്നത് കാണേ റാഷിയുടെ കൈകൾ അതിലായി അമർന്നു. ശേഷം ഒരു തൂവൽ തഴുകുന്ന പോലെ അതിലൂടെ വിരലോടിക്കെ അതുവരെ റാഷിയോട് ഓരോന്ന് വായിട്ട് നിന്ന ജുബി ഉള്ളിലൂടെ പോയ മിസൈൽ ഏത് വഴിക്കാണ് പോയതെന്ന് തിരിയുകയായിരുന്നു. റാഷിയുടെ ഓരോ സ്പർശനവും ശരീരത്തിലെ ഏൽക്കുന്നതോടൊപ്പം ജുബിയുടെ കൈകൾ അവളിട്ട ഷാളിൽ മുറുകയായിരുന്നു. ജുബി കണ്ണു അടച്ച് ഏതോ ലോകത്തെന്ന പോലെ നിന്നിരുന്ന ജുബി കാതോട് ചേർന്നുള്ള വിളിയിൽ അറിയാതെ തന്നെ മൂളിപ്പോയി. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനും ചോദിക്കാനുമുണ്ട്. ആദ്യം പോയി ഇതൊക്കെ അയച്ചു മാറ്റി ഫ്രഷ് ആയി വാ. പെട്ടെന്ന് ജുബിയുടെ തലയിൽ വെച്ചിരുന്ന ഷാൾ അയച്ചു മാറ്റി റാഷി അവളോടായി പറയേ ജുബിക്ക് മനസ്സിലായി റാഷിക്ക് പറയാനുള്ളത് സീരിയസ് കാര്യമാണെന്ന്. അതുകൊണ്ട് തന്നെ ജുബി പെട്ടെന്ന് തലയെട്ടി സമ്മതിച്ചുകൊണ്ട് റാഷിയെ നോക്കാതെ തന്നെ അലമാര തുറന്ന് മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറിപ്പോയി. തിരിച്ചിറങ്ങിയപ്പോൾ കണ്ടു ബെഡിലായിരിക്കുന്ന റാഷിയെ. ജുബിയെ കണ്ടതും റാഷി കൈനീട്ടി അടുത്തേക്ക് വരാനായി കാണിച്ചു. ജുബി തലയിൽ തൂർത്തയച്ചു മാറ്റി അവിടെ വരിക്കെ റാഷി അതെടുത്ത് ജുബിയെ പിടിച്ചു. അവൻ്റെ മുന്നിലായി ഇരുത്തിച്ചുകൊണ്ട് തോർത്തുകൊണ്ട് ജുബിയുടെ തലമുടി നന്നായി തന്നെ തുടച്ചു കൊടുത്തു. ശേഷം തന്നെയും മേയിച്ചു നോക്കി നിൽക്കുന്നവളുടെ നെറ്റിയിലായി ഒരു കുഞ്ഞു ഉമ്മ കൊടുത്തുകൊണ്ട് റാഷി അവിടെ വെച്ച് നേരെ ചമറം പടിഞ്ഞിരുന്ന ജുബിയുടെ മടിയിലേക്കായി തലവെച്ച് കിടന്നു. ജുബി, നിനക്കെന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ലല്ലോ. എന്തേ? ഒന്നുമില്ലേ? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ റോഷൻ? കേട്ടതും ജുബി ആദ്യം ഒന്ന് ഉത്തരം മുട്ടിയെങ്കിലും പിന്നെ റാഷിയെ നോക്കി ചിരിച്ചു കാണിച്ചു. അവനെന്നെ കല്യാണം മുടക്കം പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയപ്പോൾ തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞതല്ലേ എന്നെ നോക്കിക്കോളാൻ. അത് നിങ്ങൾ ഭംഗിയായി ചെയ്യുകയും ചെയ്തു. അതെനിക്ക് അവൻ വരാത്തത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ആവശ്യമില്ലാത്തത് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. റാഷി ചുണ്ട് ഒരു ചിരിയുടെ മുഖമുയർത്തി ജുബിയെ നോക്കി. അപ്പം എന്നെ വിശ്വാസമൊക്കെ ഉണ്ടോ? അതില്ലെങ്കിൽ ഞാനിന്നിവിടെ ഇരിക്കില്ലല്ലോ. വിശ്വാസമില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൂടെ കൂട്ടില്ലായിരുന്നല്ലോ എന്ന്. ഓ അങ്ങനെ. ജുബി തല തിരിച്ച് ചിരിക്കെ കൂടെ റാഷിയും ചിരിച്ചു പോയി. അരുണും അഞ്ചും വീട്ടിലെത്തിയപ്പോൾ കണ്ടു അവിടെ അകത്ത് ലച്ചുവിൻ്റെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന വിക്കിയെ. അവരെ കണ്ടത് വിക്കി എണീറ്റ് ലച്ചുവിനോട് ബൈ പറഞ്ഞിട്ട് ഇറങ്ങി. അരുണേട്ടാ, കണ്ടോ അവളുടെ നോട്ടം. ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന ആളെ നോക്കുന്നത്. പോടി, ഒന്ന് നോക്കാനും പാടില്ലേ? അതിന് നീ എന്തിനാ ബ്ലഷ് അടിക്കുന്നത്? കണ്ടില്ലേ മുഖം തക്കാളി കണക്കായത്. ഏട്ടൻ ഇതിനെ കൊണ്ട് പോകുന്നുണ്ടോ? അല്ലെങ്കിൽ വേണ്ട, ഞാൻ പൊയ്ക്കോളാം. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. പറഞ്ഞിട്ട് വേഗം ലച്ച് ചിരി കടിച്ചു പിടിച്ച് മേലെ ഓടിക്കയറേ അഞ്ച് അടുത്തുള്ള അരുണിനെ നോക്കി വായ പൊത്തി ചിരിച്ചു കാണിച്ചു. അഞ്ജുവിനെയും കൊണ്ട് റൂമിലേക്ക് പോയ അരുൺ ഡോറടിച്ച് ചെന്ന് ഫ്രഷായി ഇറങ്ങി. നോക്കിയപ്പോൾ അവിടെ ഒരാളുണ്ട്. കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തലങ്ങും വിലങ്ങും വയറ് നോക്കുന്നു. ഇടയ്ക്ക് കൈക്കൊണ്ട് അളക്കുന്നുമുണ്ട്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ചിരിക്കുന്നുമുണ്ട്. അങ്ങനെ എന്തെല്ലാമോ കാണിച്ചു കൂട്ടുന്ന അഞ്ജുവിനെ കാണേ അരുൺ ശബ്ദമുണ്ടാക്കാതെ തലവൈ ഒരു ഷർട്ടിട്ട് അഞ്ജുവിൻ്റെ പിന്നിൽ ചെന്ന് അവളുടെ വയറിന് തലയുള്ള കൈകൾ മേലെ പിടിച്ചു. അഞ്ജുസേ, എന്തേ ഇതെന്തേ നോക്കുന്നേ? എൻ്റെ കുഞ്ഞിനെ നോക്കുകയാണോ? കുളിച്ചിറങ്ങി അരുണിൻ്റെ ദേഹത്ത് ചെറു തണുപ്പ് നിറഞ്ഞ മേനി കൊണ്ട് അഞ്ജുവിനെ പുണർന്ന് അരുൺ ചോദിക്കേ അഞ്ച് ചിരിയോടെ അരുണിൻ്റെ നെഞ്ചിലേക്കായി ചാരി തലയുയർത്തി മുന്നിലെ കണ്ണാടിയിലൂടെ അതിൽ കാണുന്ന അരുണിനെ നോക്കി. എന്തുപറ്റി? ഒന്നുമില്ല അരുണേട്ടാ. അങ്ങനെയല്ലല്ലോ, എന്താ പറയാനുണ്ടല്ലോ എൻ്റെ കുഞ്ഞിപ്പെണ്ണിന്. മോൾ അനക്കില്ലെന്ന തലയിട്ടുന്ന അഞ്ജുനെ അരുൺ തോളിൽ പിടിച്ച് അവൻ്റെ മുന്നിലേക്ക് തിരിച്ചു നിർത്തി. ഒന്നുമില്ലേ? ഇടുപ്പിലായി വിലമർത്തി അരുൺ ചോദിക്കേ അഞ്ചു ഉമിനീരിറക്കിക്കൊണ്ട് അരുണിനെ നോക്കി പതിയെ ഇല്ലെന്ന് തലയാട്ടി. ഉറപ്പാണല്ലോ അല്ലേ? ഇടുപ്പിലമർന്ന കൈകൾ മേലേക്ക് ചലിക്കുന്നതോടൊപ്പം അഞ്ചിൽ നിന്ന് ഉയർന്ന കുറുക്കൽ
സാരിയെ പിടിച്ചുകൊണ്ട് അരുൺ അഞ്ജുവിനെ അവൻ്റെ നെഞ്ചിലേക്കിട്ടു. ശേഷം താഴ്ന്നുപോയ മുഖം പിടിച്ചുയർത്തി തന്നെ നോക്കി നിൽക്കുന്ന ഇരുമിഴിയിലും നനത്ത ചുംബനം കൊടുക്കെ അഞ്ജു അരുണിൻ്റെ നെഞ്ചിലായി പിടിച്ചമർത്തി. അരുണേട്ടാ വേണ്ടട്ടോ. ചുംബനത്തിന് പരയും മാറും വളർന്നു നിന്ന് അരുണിനെ കയ്യിലായി പിടിച്ച് അഞ്ജു പറയെ അരുണിൻ്റെ ചുണ്ടൊന്ന് വിരിഞ്ഞുപോയി. എന്ത് വേണ്ടെന്ന് അഞ്ജുവേ? ചുണ്ട് കൂട്ടിപ്പിടിച്ച് ചോദിക്കുന്നതിൻ്റെ കുസൃതി ചിരി കണ്ട അഞ്ജു അവൻ്റെ നെഞ്ചിലൊരു കുത്തുവെച്ച് കൊടുത്തു. അധികം ചിരിക്കണ്ട. ദേ പഴയതുപോലെയല്ല ഇപ്പോൾ. ഇവിടെ ഒരാളും കൂടെ ഉള്ളതാണെന്ന് മറക്കണ്ട. അതിന് ഞാനെന്ത് ചെയ്തുന്നാ? ഞാൻ എൻ്റെ പെണ്ണിനെ സ്നേഹിക്കുമല്ലേ? അതിപ്പോൾ എൻ്റെ കൊച്ചു കണ്ടാലും നന്നായി എന്നേ ഞാൻ പറയൂ. സ്നേഹിക്കുന്നത് കണ്ടുകൊണ്ട് വളരട്ടെ എന്ന് പറയുന്നതോടൊപ്പം കൂടി കിടന്നവളുടെ അതരയിരളുകൾ എന്ന് വിടർത്തിക്കൊണ്ട് ഞെടിച്ചിരുന്നു. അഞ്ജു ഒന്ന് വിറച്ചുപോയി. അരുണേട്ടാ പോയേ. മുന്നിലുള്ള വശ്യത നിറഞ്ഞ നോട്ടവും ചുണ്ടിലെ കള്ളച്ചിരിയും അഞ്ജു ചിരി അടക്കി പറയെ അരുണിൻ്റെ കൈകൾ ഒന്നുകൂടെ അവളെ പൊതിഞ്ഞു ചേർത്തു. അഞ്ജുവൻ്റെ നെഞ്ചിൽ കുടുങ്ങി ശ്വാസം വലിച്ച് വീഴുന്നത് കണ്ടതും നേരെ മുഖമുയർത്തിയ നെഞ്ചിൽ അമർത്തിക്കടിച്ചു. അഞ്ജു! ദേവി പണിയായോ? അല്പം വേദനിച്ചതുപോലെ നെഞ്ചിൽ തടവി പറഞ്ഞ അരുണിനെ അഞ്ജു പേടിയോടെ നോക്കി. ഒത്തിരി വേദനിച്ചു അരുണേട്ടാ? ഞാനറിയാം. അരുണിൻ്റെ മുഖം കയ്യിലെടുത്ത് ചോദിച്ചവളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ അരുൺ അവളുടെ അതിനും പൊതിഞ്ഞെടുത്ത് കഴിഞ്ഞിരുന്നു. ഒട്ടും വേദനിപ്പിക്കാതെ അരുൺ അഞ്ജുവിൻ്റെ 1000 ചുംബനങ്ങൾ അടുക്കിടെ നൽകി. ചുംബന ലഹരിയിൽ അഞ്ജു അവനും വിധേയമായി നിന്ന് കൊടുത്തിരുന്നു. പതിയെ തുടങ്ങിയ ചുംബനം എപ്പോഴോ നാവിനെയും ചുറ്റിപ്പിടിച്ച് മത്സരിക്കെ അഞ്ജുവിൻ്റെ മഴികൾ കൂമ്പിയടഞ്ഞുപോയി. മുഴുവെടുത്ത് റാഷിയും ജുബിയും ഒരുമിച്ചാണ് നിസ്കരിച്ചത്. സലാം വീട്ടി തിരിഞ്ഞു നോക്കിയ റാഷി തൊട്ടടുത്ത് നീലത്തായി ജുബിയെ പുഞ്ചിരിയോടെ നോക്കി. ആദ്യമായിട്ട് കാണുന്നത് പോലെ തൊട്ടടുത്ത് എല്ലാ അവകാശത്തോടെയും തൻ്റേത് മാത്രമായി ഇങ്ങനെ നിൽക്കുമ്പോൾ എന്താ പറയാ, ലോകം വെട്ടിപ്പിടിച്ച സന്തോഷം തോന്നുന്നു. നന്ദി പടച്ചോനെ, ഞാൻ സ്നേഹിച്ചവളെ എനിക്ക് തന്നെ തന്നതിന്. അറിയാം ഈ ഭാഗ്യം നീ എല്ലാവർക്കും കൊടുക്കാറില്ലെന്ന്. നിനക്ക് ഞാൻ വാക്ക് തരാ റബ്ബേ. നീ തുണയുണ്ടാവുന്ന കാലത്തോളം ഒരിക്കലും ബുദ്ധിമുട്ടിപ്പിക്കാതെ നോക്കിക്കോളാം. അവസാനം 6 അടി മണ്ണോട് ചേരും വരെ ഞങ്ങൾ ഒരിക്കലും പിരിക്കല്ല റബ്ബേ. എന്നും പരസ്പരം ഇതേ സ്നേഹം ഞങ്ങളിൽ നിലനിർത്തി തരണേ. കൈ ഉയർത്തി റബ്ബിനോടായി പറഞ്ഞിട്ട് റാഷി മുഖം തടവി തിരിഞ്ഞതും അടുത്തുള്ള ജുബി പ്രാർത്ഥിച്ച് റാഷിയുടെ മേലെ 3 തവണ ഷ്ഫ് ചെയ്ത് ഊതി റാഷിയുടെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞുപോയി. എന്നെ വിശ്വസിച്ച് ജീവിതത്തിലേക്ക് വന്നവളാണ്. എത്രയൊക്കെ വാശിയും കുറുമ്പും കാണിച്ചാലും ഇനി ഒരിക്കലും അവളെ വേദനിപ്പിക്കില്ല. രണ്ടുപേരും എണീറ്റ് കിടക്കാൻ ഒരുങ്ങിയപ്പം ജുബിക്ക് നന്നെ ഉറക്കം വന്നിരുന്നു. ഉറങ്ങിക്ക. ബെഡിലേക്ക് കിടക്കാതെ ഇരുന്നു കൊണ്ട് തന്നെ നോക്കുന്ന ജുബിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് റാഷി പറയെ ജുബി സന്തോഷത്തോടെ മുന്നോട്ട് ആഞ്ഞുകൊണ്ട് റാഷിയെ കെട്ടിപ്പിടിച്ച് കവിളിലൊരു ഉമ്മയും കൊടുത്ത് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് തിരിച്ച് ബെഡിലേക്ക് തന്നെ കിടക്കാൻ തിരികെ റാഷിയുടെ കൈകൾ ജുബിയെ എടുത്ത് ഉയർത്തി മടിയിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. തുടരും ബാക്കി നാളെ. ബൈ.